പറയുന്നതിനേക്കാളും ശക്തിയുള്ള വാക്കുകളാണ് ധനുജാകുമാരി എന്ന എഴുത്തുകാരിയിൽ കാണാൻ കഴിയുന്നത്. ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം ആ എഴുത്തിൽ വളരെ ശക്തിയുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല രാജ്യത്തെ എല്ലാ ചേരികളും കഥ ഒന്നാണ്. നമുക്ക് അവിടുന്ന് ചർച്ച തുടങ്ങിയാലോ? എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്? ഞാൻ ഒരുപാട് ലോകം കണ്ട ഒരാളല്ല. എനിക്കൊരുപാട് ആൾക്കാരുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരാളുമല്ല. ഞാൻ കേരളത്തിൽ തന്നെ 14 ജില്ല പോലും കാണാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, എവിടെയെല്ലാം കൂട്ടം കൂടി ജനങ്ങൾ തിങ്ങി പാർക്കുന്നോ, അത് അഥവാ നമ്മൾ ഇപ്പോൾ ചേരി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൂടാ, അല്ല കോളനി എന്നുള്ള വാക്കുകൾ, അപ്പോൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരിടം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ മറ്റുള്ളവർ കാണുന്നത് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, സ്ഥലത്തിൻ്റെ പേരിൽ ഒരുമിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് അവർക്ക് സ്വന്തമെന്ന് പറയാൻ അവർ കിടന്നുറങ്ങുന്ന ആ ഒരു മണ്ണ് മാത്രമാണ്. അടുത്ത് കാല് വയ്ക്കുന്ന അടുത്തൊരാളുടെ കിടക്കുന്ന സ്ഥലം, ഇടമാണ്. അപ്പം അങ്ങനെ ഒന്നും നമുക്ക് സ്വന്തമല്ലാത്തവരായിരിക്കുന്നവരെ മറ്റുള്ളവർ കാണുന്നത് ഒരേ തരത്തിലുള്ള അവഗണന തന്നെയാണ്. ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഈ ജാതിയും ഈ ഒരു ഞാൻ കോളനിയിലാണ് ഇങ്ങനെയുള്ള വേർതിരിവുകൾ ഇന്നും ഈ സാക്ഷരത കേരളത്തിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നേരിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പോൾ നിലവിൽ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളിപ്പം കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനങ്ങളെക്കാളും കുറേയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരുന്നാലും നമുക്ക് വ്യക്തിപരമായി വ്യക്തമായ അഭിപ്രായങ്ങൾ പറയാനുള്ള നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇന്നും പലരുടെയും മനസ്സിൽ ഒളിഞ്ഞും തെളിഞ്ഞും ജാതിയും മതവും നിറവും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരുപാട് അനുഭവിച്ച വ്യക്തികളാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളായിരിക്കുന്ന ചെങ്കൽ ചൂളക്കാരും. ചെങ്കൽ ചൂള എന്ന് പറയുമ്പോൾ ഒരുവിധം തലസ്ഥാനത്തുള്ള എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, നമ്മുടെ സർക്കാർ മാറി മാറി വരുന്ന ഭരണങ്ങൾ എപ്പോഴും ഇത്തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും ഈ താഴേക്കിടയിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളും ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നു. ഇന്നും ചെങ്കൽ ചൂളയിലെ അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ എന്താണ്? പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരു കോളനിയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞോണം ഒരു വിഭാഗം ആൾക്കാർ താമസിക്കുന്ന ഇടം. ഇന്ന് അവിടുത്തെ അവസ്ഥ എന്താണ്? കുറച്ച് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ ഒരു 1975 കാലഘട്ടത്തിലുണ്ടായ ഒരു ഫ്ലാറ്റിൻ്റെ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. കുറച്ച് വീടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഏകദേശം ഒരു 50 വർഷം വരെ അവിടെയുള്ള ഓരോ ഫ്ലാറ്റിനും. പക്ഷേ ആ ഫ്ലാറ്റുകളുടെയൊക്കെ അവസ്ഥകൾ വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഇന്നും അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പൊട്ടി വീഴുന്ന ഫ്ലാറ്റുകൾ. സത്യം പറഞ്ഞാൽ അവിടെ ഉള്ള ആ മനുഷ്യരുടെ ആ ഒരു കൂട്ടം മനുഷ്യർക്ക് അവർക്ക് മറ്റെങ്ങും പോകാൻ ഇടമില്ല എന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് അത് ഇടിഞ്ഞു വീണൊരു കൂട്ടം മരണങ്ങളൊന്നും സംഭവിക്കാത്തത്. കാരണം എൻ്റെ അറിവ് കുറച്ചറിവ് മാത്രമുള്ള ഒരാളാണെങ്കിലും ഒരു കെട്ടിടത്തിനൊക്കെ ഒരു 20 വർഷക്കാലം കഴിഞ്ഞാൽ അതിന് വീണ്ടും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ പറയുന്ന. അങ്ങനെയാണെങ്കിൽ 50 വർഷത്തോളമായ ഫ്ലാറ്റുകളാണ് അവിടെ നിലനിൽക്കുന്നത്. ആ ഫ്ലാറ്റുകൾക്ക് ഒരു അറ്റകുറ്റപ്പണികളും സർക്കാരിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന് പരാതിപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിനിധി എന്നുള്ള അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതറിയാമല്ലോ, അതറിയാം. അപ്പോൾ അതവർ പിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് അവർ എത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് വ്യക്തമായുള്ളൊരു അറിവ്. കാരണം അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയാൽ മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാകൂ. നമ്മളെന്തും അറിയിക്കേണ്ടടുത്ത് അറിയിക്കണമല്ലോ. അധികാരിയുടെ മുൻപിൽ അത് ഇത്രയും വ്യക്തമായിട്ട് അധികാരിയുടെ ഇടയിൽ വന്നു കാണില്ല. ഈ ഒരു കോളനിയുടെ അവസ്ഥ മാത്രമല്ല, പല കോളനികളുടെ അവസ്ഥ ചിലപ്പോൾ ഇതുപോലെ. പിന്നെ ഞങ്ങൾക്ക് അവിടെ തന്നെ അയൽക്കൂട്ടം, കുടുംബശ്രീയൊക്കെ നമുക്ക് തന്നെ ഏകദേശം 37 അയൽക്കൂട്ടമുള്ള ഒരു സ്ഥലമാണ് ചെങ്കൽച്ചുള. അപ്പോൾ ആ അയൽക്കൂട്ടത്തിനകത്ത് തന്നെ എല്ലാ വർഷങ്ങളും മണ്ണ് വീട് പദ്ധതി അല്ലെങ്കിൽ ഈ വീടുകളുടെ പഠനമുറി, അതിൻ്റെ മറ്റു വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല. കാരണം ഈ വീടൊന്നും ഞങ്ങളുടെ പേരിലല്ല. ഞങ്ങൾക്കതിൻ്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റോ കരന്തീരോ ഇതൊന്നും ഞങ്ങളുടെ പേരിലല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ലോണോ മറ്റു കാര്യങ്ങളൊന്നും അതിന് അനുവദിക്കാറില്ല. അപ്പം അങ്ങനെയും ഞങ്ങൾക്ക് ആ വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി മുൻപോട്ട് പോകാനുള്ളൊരു ഇതില്ല. ഡ്രെയിനേജിൻ്റെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം അതിനകത്തുള്ള. വീടിനകത്തൂടെ ആ ഡ്രെയിനേജൊക്കെ പൊട്ടിപ്പൊളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് മനുഷ്യർ ജീവിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും. നമ്മൾ പുറത്ത് 1 2 ഒക്കെ പോകുന്നതെല്ലാം ഞങ്ങളുടെ വീടിനകത്തുള്ള കുഞ്ഞു സൗകര്യത്തിലാണ്. അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അവിടെ ഉള്ള മനുഷ്യർ അനുഭവിക്കുന്ന ഒരു നിരന്തരമായ ഒരു നിത്യം നമ്മൾ അനുഭവിക്കുന്ന ഒരു കുടുംബശ്രീ എന്ന് പറയുന്നത് നമുക്കറിയാം. കുടുംബശ്രീ വലിയ സ്ത്രീകളുടെ ഇടയിലേക്ക് വലിയ രീതിയിൽ പ്രവർത്തനം ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ്. അപ്പോൾ കുടുംബശ്രീ വഴി എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു? ഞങ്ങളുടെ പേരിലല്ലല്ലോ ആ വീടുകളൊന്നും.
വീടുകളൊക്കെ കോളനിക്ക് മൊത്തമായിട്ടൊരു ഇത് വരുന്നതല്ലേ? അത് കോളനിക്ക് മൊത്തമായിട്ടൊരു ഇത് വരണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അതിനൊരു ഇതുണ്ടാവണം. അവർക്ക് പരാതി അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. പറയാറുണ്ടല്ലോ, ഇഷ്ടംപോലെ പരാതി പറയാറുണ്ട്. അപ്പം നമുക്കവിടെ നേരിട്ട് നമുക്കിത് അറിയിക്കേണ്ടവർ അറിയിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ അത്യാവശ്യം പ്രാദേശിക നേതാക്കന്മാർ അവിടെയുണ്ട്, പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അവിടെ താമസക്കാരും കൂടെയാണല്ലോ. ഇതൊക്കെ അവർക്ക് കാലാകാലം കൊണ്ട് അറിയാവുന്നതല്ലേ. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെയുള്ള ജനങ്ങളെല്ലാവരും വിശ്വസ്തരായ ജനങ്ങളാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ നമ്മൾ അമിതമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കുന്നു. അവരൊരിക്കൽ പോലും വികസനത്തിൻ്റെ ഒന്നിൻ്റെയും പേര് പറഞ്ഞ് അവർ വിശ്വസിക്കുന്ന പാർട്ടീനെ അവർ പരമാവധി നിങ്ങളെ ചൂഷണം ചെയ്യും. പക്ഷേ നമ്മുടെ ചൂഷണം ചെയ്തിട്ട് ഞങ്ങൾ കൊടുക്കുന്ന വോട്ട് അതവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പിന്നെ ആ വീടിൻ്റെ മറ്റു കാര്യങ്ങൾ ചെങ്കൽച്ചൂളയിലുള്ള വികസനത്തെ അത് നന്നായിട്ടത് ബാധിക്കുന്നില്ല. ചെങ്കൽച്ചൂളയിൽ നിന്ന് ഇത്രയും വലിയൊരു സാഹിത്യകാരി പുറം ലോകം അറിഞ്ഞിരിക്കുകയാണ്. അപ്പം 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നിട്ടും സാഹിത്യ ലോകത്ത് ഒരു പക്ഷേ ഈ ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്നുള്ളത് കാലിക്കറ്റ് സർവകലാശാലയിലെ ഒരു പാഠ്യവിഷയം തന്നെയായിരിക്കുകയാണ്. കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാല. അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് വരുമ്പോൾ ആ ഒരു കോളനിയിൽ നിന്നാണ് ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നത്. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ പഴയ രാഷ്ട്രീയത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ഒരു പാർട്ടിയെ താങ്ങുക എന്നതിലപ്പുറം ഞങ്ങൾക്ക് മുൻഗതി വേണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഇനി വരുന്ന തലമുറകൾക്കുണ്ട്. എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല? അതുണ്ടാകണം തീർച്ചയായിട്ടും. ഇപ്പം വികസനം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് ഒരു മാറ്റം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പണ്ടൊരു പഴഞ്ചൊല്ല് പറയല്ലോ, വാ കീറിയതിനെ വെള്ളമുള്ളൂ. അതെ ആഹാരം കിട്ടുമെന്ന്. അതെ. അപ്പോൾ നമ്മൾ ഇറങ്ങി തിരിച്ചാലല്ല അതിനൊരു ഇത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ, അത് ഏത് പാർട്ടിയാണെങ്കിലും അതിനെ വിശ്വസിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കത്തേ ഉള്ളൂ. നമുക്ക് വന്ന ആഹാരം തരും. അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും എല്ലാ കാര്യത്തിനും ഒറ്റക്കെട്ടാണ്, എല്ലാ കാര്യത്തിനും. പക്ഷെ നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം വികസനം വരുമ്പോൾ അവരവരുടേതായ രാഷ്ട്രീയത്തിലോട്ട് മാറിപ്പോകുന്നത്. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസവും അവരോടുള്ള ഒരു ഇതാണ്. അത് തിരിച്ച് കാണിക്കേണ്ടത് മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ഏതായാലും ചെങ്കൽച്ചൂളയിലെ വിഷയം അവിടെ നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊരു രീതിയിൽ പറയാനുള്ള വേടൻ ഇത്തരത്തിലുള്ള ജാതി വർഗീയ മത കാര്യങ്ങളിലൊക്കെ പറ്റി അദ്ദേഹത്തിൻ്റെ റാപ്പ് സോങ് ആണ്. അതൊരു പുതിയ ജനറേഷൻ്റെ സോങ് ആണ്. അദ്ദേഹത്തിൻ്റെ വരികൾ ഭയങ്കരമായിട്ട് തീക്കനലായിട്ടുള്ള വരി. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടും, അതായത് ഞാൻ വാഴ്ന്നിടം, ഭൂമി ഞാൻ വാഴ്ന്നിടം എന്നുള്ളൊരു പാട്ട് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു പാഠ്യവിഷയത്തിൽ, അതായത് മൈക്കിൾ ജാക്സന്റെ സോങ്ങിനോടൊപ്പം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു നമ്മുടെ ജാതി വ്യവസ്ഥയൊക്കെ മാറിക്കൊണ്ട് അവരിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു കലാകാരനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം ചേച്ചിയെ പോലെ തന്നെ. അപ്പോൾ വേടൻ്റെ പാട്ടുകളോടും അല്ലെങ്കിൽ വേടനെ കുറിച്ചും ചേച്ചിക്ക് എന്താണെന്ന് പറഞ്ഞു? എനിക്ക് നല്ല അഭിപ്രായമേ ഉള്ളൂ. കാരണം നമ്മുടെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരുടെ ഇടയിൽ നിന്നും ഒരാൾ ഉയർന്നു വരുമ്പോൾ അത് ഒരാളുടെ മാത്രം ശബ്ദമല്ല, പറയുന്ന ഒരാളായിരിക്കാം. പക്ഷെ അവരുടെ മുൻപിലും പിൻപിലുമുള്ള ഒരു തലമുറയുണ്ട്, വരുന്നവരും പോകുന്നവരും ഇല്ലേ, അവർക്ക് വേണ്ടി കൂടെ ശബ്ദിക്കുന്ന ശബ്ദമാണല്ലോ. അതുകൊണ്ട് അതിൽ വരട്ടെ, ഞങ്ങളുടെ പോലെയുള്ള തലമുറകളും ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വരട്ടെ. മാറ്റി എന്നും മാറി നിൽക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പറ്റില്ലല്ലോ. വേടൻ ഒരു ശ്രീലങ്കൻ വംശജനാണ്. വേടൻ എഴുതുന്ന വരികൾ ശ്രീലങ്കയിലെ അവൻ്റെ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവൻ കണ്ടിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ പലരും അതിനെ വിമർശിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥയൊന്നുമില്ല. പണ്ടൊക്കെ ആയിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇന്ന് അങ്ങനെയില്ല. അതുകൊണ്ട് അവൻ പഴയ കാലത്ത് ഇത് വെച്ചാണ് എഴുതുന്നത്. ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി എഴുതുക എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ വേടൻ്റെ ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. അതിൽ വേടൻ പറഞ്ഞു ചേച്ചിയുമായിട്ട് ഐക്യപ്പെടുത്തുന്ന കുറച്ച് വാക്കുകളുണ്ട്. ചേച്ചി 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. വേടനോട് ചോദിക്കുന്നുണ്ട്, റിപ്പോർട്ടർ ടിവിയിലാണ് ആ ഒരു ഇൻ്റർവ്യൂ നടത്തിയത്. വേടനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പഠനം മുമ്പോട്ട് പോവാഞ്ഞത്. അമ്മയെ പറ്റി പറയുമ്പോൾ വേടൻ പറയുന്നത് എൻ്റെ അമ്മ എനിക്ക് വാരി തന്ന ഇതില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അമ്മ ആയിരുന്നില്ല എനിക്കുണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നു. അപ്പം ഇന്നും ഇപ്പോൾ വേടൻ്റെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നും ഇത്തരത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള രീതി അല്ലാത്തതായിട്ടാണോ ഇത്തരം നിങ്ങളുടെ ആ ഒരു കോളനിയിലൊക്കെ ഉള്ളത്? പഠിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒളിഞ്ഞും തെളിഞ്ഞും കോളനി എന്നും ജാതി വേടന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. കാരണം ഗവൺമെന്റ് സ്കൂളുകളുണ്ട്. +1 +2 പോയിരുന്നു. പക്ഷെ പിന്നീട് അവൻ ജോലിയിലേക്ക് പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷെ എന്നെ നോക്കാനോ അല്ലെങ്കിൽ അന്നത്തെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ സ്നേഹം തരാൻ പറ്റുന്നില്ല. അത് ശരിയാണോ? ശരിയാണെന്ന് വെച്ചാൽ അവരുടേതായ ഒരു അമ്മയും മകനുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പം ഞാനും പഠിച്ചത് പറയുന്നത് അവിടെ താമസിക്കുന്ന സ്ത്രീകൾ കൂടുതലും നിത്യച്ചെലവിന് വേണ്ടി. അതെ അത് തന്നെയാണോ ഇപ്പോഴും?
അതേ ഞാൻ പറഞ്ഞത്, അതൊരിക്കലും ഒരു അമ്മയ്ക്ക് ഒരു മകനോടുള്ള സ്നേഹക്കുറവായിട്ടല്ല. പക്ഷേ ഒരു മകന് ആ കിട്ടേണ്ട സമയത്തുള്ള സ്നേഹം അവരും ആഗ്രഹിക്കാം. ഇപ്പം നമുക്ക് 2 വ്യക്തികളാണ്. അപ്പോൾ 2 വ്യക്തികൾക്കും വ്യക്തമായ കാരണങ്ങൾ പറയാൻ കാണുമല്ലോ. ഇപ്പം മകന് അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കാം, അല്ല അത് അവൻ മനസ്സിലാക്കുന്നുണ്ട്, വേടൻ മനസ്സിലാക്കുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമോ മനസ്സോ അവിടെ അനുമതി. നമുക്കൊരു സ്നേഹം അല്ലെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സമയം വേണം. നമ്മൾ ഇന്നത്തെ ആഹാരത്തിന്, തന്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ ആഹാരത്തിന് വേണ്ടി കണ്ടെത്താൻ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സമയം കിട്ടുന്നത്? അപ്പം ഞാൻ ചോദിക്കുന്നത്, ചേച്ചി ഇപ്പോഴും ചെങ്കൽച്ചൂളയിൽ തന്നെയാണ് താമസിക്കുന്നത്? തീർച്ചയായിട്ടും. ഹരിതകർമ്മ സേനയിലെ ഒരു അംഗം കൂടിയാണ്. ഇന്നും ചേച്ചിയുടെ ജോലി കൃത്യമായി ചേച്ചി ചെയ്യുന്നു. ഇതേപോലെ ഓട്ടപ്പാച്ചിലുള്ള അമ്മമാർ തന്നെയാണോ അന്നന്നുള്ള ആഹാരത്തിൽ? ഞങ്ങൾ ഇന്നും സ്ത്രീകൾ ഒരുപാട് പേര് ഇന്ന് അവിടെ നിന്ന് പുറത്ത് ജോലിക്ക് പോകുന്നവരാണ്. മക്കളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത്. വേടൻ അനുഭവിച്ച ദാരിദ്ര്യമൊക്കെ ഇന്നത്തെ അവിടുത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഓരോ സാഹചര്യത്തിന് വരുന്ന ബുദ്ധിമുട്ട്, ഇപ്പോൾ എൻ്റെ 2 മക്കൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ. കാരണം ഞങ്ങളുടെ വിവാഹം, മറ്റു കാര്യങ്ങൾ, അന്നത്തെ സമയത്തുള്ള ഒരു ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഈ പറയും പോലെയൊക്കെ എൻ്റെ മക്കളും അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പട്ടിണിയും കാലം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും പുറത്ത് പോയി ജോലി ചെയ്യുന്നു. അവരുടെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരണം, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഓട്ടപ്പാച്ചിലിൽ തന്നെയാണ് ഞങ്ങൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവിടെ ഉള്ളത്. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. വേടൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. 13ാമത്തെ വയസ്സിലാണ് കഞ്ചാവും മദ്യത്തിലേക്കും ലഹരിയിലേക്കും കടന്നത്. ഇന്ന് ഇത്തരത്തിലുള്ള കോളനികൾ എത്രമാത്രം ലഹരി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു? ഞാൻ ചോദിക്കട്ടെ, വേടനെന്ന് പറഞ്ഞ ആ വ്യക്തി അല്ലെങ്കിൽ ആ മകൻ, ആ മോൻ ഇത്രത്തോളം ഉയർന്നു വന്ന് സമൂഹത്തിൻ്റെതായ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ഒരു വേറൊരു സമൂഹത്തിനോട് അല്ലെങ്കിൽ ഒരു സമുദായത്തിനോട് കാണിക്കുന്ന കാര്യങ്ങളാണ് ആ കൊച്ചു വിളിച്ചു പറഞ്ഞത്. അത് ആ കൊച്ചിൻ്റെ അനുഭവത്തിൽ കൂടെ അല്ലെങ്കിൽ മറ്റ് നമ്മൾക്കുള്ള, കാരണം നമ്മുടെ കളറിനെ കുറിച്ച് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അത് പറയുന്നുണ്ട്. കാരണം എൻ്റെ മകനും കലാമണ്ഡലത്തിൽ പഠിച്ചപ്പോൾ ഇതേപോലെ ജാതി പറഞ്ഞു എൻ്റെ മകനെ പുറത്താക്കിയതാണ്. ജാതിയും കോളനിയും പറഞ്ഞാണ് പുറത്താക്കിയത്. അപ്പം ആ കുട്ടിക്ക് അത് അത്രയും ശക്തമായിട്ട് പറയാൻ പറ്റി. അതുകൊണ്ടാണ് വേടൻ അത് ശക്തമായിട്ട് പറഞ്ഞത്. സത്യമാണ്. അപ്പം മറ്റൊരാളെ മുഖത്ത് നോക്കി ഒരു കാര്യം പറയുമ്പോൾ അത് സത്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള പ്രവൃത്തികളെ കണ്ട്, ഇപ്പോൾ ഇതൊക്കെ ഇല്ലാത്തത് ആരാണുള്ളത്? ചെയ്യുന്ന തെറ്റാണ്. ലഹരിക്ക് ഏറ്റവും എതിരായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. ലഹരി എന്ന് പറഞ്ഞ അത് ഇല്ലാതാവണമെന്നാകെ. പക്ഷേ ഇത് എല്ലാ സ്ഥലത്തും എല്ലാ മേഖലയിലുണ്ട്. പക്ഷേ കോളനിയിലുള്ള ആൾക്കാരെയും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന വേടൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, ആ ലഹരിയുടെ കാര്യം പറയുമ്പോൾ മോൻ ആ ലഹരി കാരണം അത് ഉപയോഗിക്കുന്നത് എനിക്ക് ആ മകനോട് പറയാനുള്ള കാരണം വെച്ചാൽ ആ കുഞ്ഞിനെ ഇപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ല, വേടൻ പറയുന്നുണ്ട് എന്നെ നോക്കിയാണോ എൻ്റെ കുഞ്ഞനുജന്മാർ വരുന്നത്, ഞാൻ അത് പൂർണ്ണമായും നിർത്തുമെന്ന് വേടൻ അത് തീർത്തും പറയുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ വേടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. വേടൻ ഇത്തരത്തിലുള്ള ഒരിടത്താണ് താമസിച്ചിരുന്നത്. നമുക്കറിയാം ഈ ലഹരി വിമുക്ത ക്യാമ്പയിനുകളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ നടക്കുന്നു. അത് എത്രമാത്രം ഇത്തരത്തിലുള്ള കോളനികളിലൊക്കെ ആകുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ്, കുഞ്ഞുങ്ങളിലേക്ക് പെട്ടെന്ന് ഇതൊക്കെ എത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പം അതിന് നിങ്ങളുടെ അവിടെ എന്താ? കേരളത്തിലെ കോളനികൾ മാത്രം അടങ്ങുന്നതല്ലല്ലോ പിന്നെ കേരളം. അത് വേറെ ഇതെല്ലാം എല്ലാ സ്ഥലത്തും ഉണ്ട്. അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കോളനിയിലുള്ള ആൾക്കാരെ മാത്രം എടുത്തു കാണിക്കുന്നത് അത് ശരിയായിട്ടൊരു പ്രവണതയല്ല. ഇതവിടെ ഇല്ല എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും എല്ലാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിലുമുണ്ട്. അത് ഉപയോഗിക്കുന്നവർ കാണാം, അത് മാറുന്നവർ കാണാം. പക്ഷേ ഇത്രത്തോളം അതിനെ എടുത്തു പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ആ കൊച്ച് അവൻ്റെതായ ഒരു ഇടം ഈ സമൂഹത്തിൽ കണ്ടെത്തി എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ആ ലഹരിയുടെ ഒരു പേര് പറഞ്ഞ് മാത്രം അതിനെ അടിച്ചമർത്താൻ പറ്റുള്ളൂ. പക്ഷേ അവിടെയൊന്നും അടിച്ചമർന്നവരല്ല അവരിനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും. കാരണം ആ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ശബ്ദിക്കുന്ന, അതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശബ്ദമാണ് വേടൻ്റെ ശബ്ദം. അതിൽ ലഹരി അതിലൊരു ബാധകമാണോ എന്ന് ചോദിച്ചാൽ വേടൻ ചെയ്യുന്ന ലഹരി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുള്ളത്. ആ മകൻ്റെ ജീവിതത്തിൽ എന്തോ ഉണ്ട്, ഇല്ല എന്നെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഞാൻ തിരുത്താം, എന്നെ നോക്കുന്നവർക്കൊണ്ട് തിരുത്താം. ഇതുപോലെ എത്രയോ വലിയ വലിയ മേഖല നിൽക്കുന്ന ആൾക്ക് എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്. അതാരും ആ ലഹരിയുടെ പേരെടുത്ത് അവിടെ പറയുന്നില്ലല്ലോ. അതാരെങ്കിലും ആ ലഹരി എടുത്ത് കാണിക്കുന്നുണ്ടോ? ഇപ്പം നമുക്കിപ്പോൾ ഏത് ഇൻഡസ്ട്രി നോക്കിയാലും ഏത് മേഖലയിൽ നോക്കിയാലും ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അത് വേടൻ മാത്രമല്ലല്ലോ, വേടൻ്റെ ശബ്ദം ഉയർന്നു വരുന്നു. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും വേടൻ തരംഗമാണ്. അപ്പോൾ അതിനെ അടിച്ചമർത്താൻ ആകെ കൂടെ ഒന്നേ ഉള്ളൂ, എന്താണ്? ലഹരി. അതല്ലേ? അത് ലഹരി എന്ന് പറഞ്ഞ കാര്യം അത് ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കാമെന്ന് എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്. വേടനോട് മാത്രമല്ല, വളർന്നു വരുന്ന ഒരു തലമുറയോട് കൂടി പറയുന്നു. നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് അവസാനത്തെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അടുത്ത ഭാഗം പുസ്തകം എന്ന് വരും പുറത്ത്? അടുത്ത മാസം ആ പുസ്തകം ഇറങ്ങും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പേരിട്ടേക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 9ാം ക്ലാസ്സുകാരിയാണ്. ഞാനൊരു ഹരിതകർമ്മ സേനയിൽ ജോലി ചെയ്യുന്ന ആളാണ്.
1999 ഞാൻ എൻ്റെതായ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കുടുംബജീവിതം എല്ലാം കൊണ്ട് വളരെ ഒരു തകർന്ന അവസ്ഥയിൽ കൂടെ കടന്നുപോയ ആ സമയത്ത് എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഈ വിദേശത്ത് വീട്ടുജോലിക്കൊക്കെ പോകാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ ജോലിക്കും ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയുള്ള ജോലിക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ടൊക്കെ എടുക്കും പോകാൻ വേണ്ടി പുറത്ത് പോകാൻ. ഞാനും എടുത്തൊരു പാസ്പോർട്ട്, പക്ഷേ എന്നെ അന്ന് സഹായിക്കാനും കൊണ്ടുപോകാനും ആരുമില്ലായിരുന്നു. അങ്ങനെ ആ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കുറേ വർഷങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് പാസ്പോർട്ടുണ്ട്, വർഷങ്ങളായതുകൊണ്ട് അതിൻ്റെ പീരീഡ്സൊക്കെ അത് കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് എന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിയുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് ഫ്ലൈറ്റിൽ കയറാൻ, ഒന്ന് എലീന, ഒന്ന് സ്വന്തമായിട്ട് വാഹനം ഓടിക്കുക. ഇത് 3 പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുമില്ല, എന്നെ സഹായിക്കാനായിട്ട് പോയി. പക്ഷേ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2024 നവംബറിൽ ഞാൻ ദുബായിലൊരു യാത്ര പോയിരുന്നു. എനിക്ക് അവിടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു, അൺസൺ ഹീറോ അവാർഡ് എന്നൊരു അവാർഡ്. അത് ഞാൻ എൻ്റെ പുസ്തകത്തിന് എനിക്ക് അവർ തന്ന ഒരു അവാർഡ്. ആ അവാർഡിനാണ് ഞാൻ പോയ ഒരു യാത്ര. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചെങ്കൽച്ചുളക്കാരുടെ ഒരു യാത്രയായിരുന്നു. ആ യാത്രയിലുണ്ടായ കുറേ അനുഭവങ്ങളും ഞാൻ പോയതും വന്നതുമായ വഴികൾ എൻ്റെ എടുത്തപ്പോഴും അങ്ങനെയാണ്. ഞാൻ നടക്കുന്നതും ഞാൻ ഇരിക്കുന്നതും അതിൽ വരുന്ന ചുറ്റുപാടും അതിലുണ്ടാകുന്ന കഥാപാത്രങ്ങളും കഥകളുമാണ് എൻ്റെ എഴുത്ത്. അതിനെക്കുറിച്ച് ഞാനൊരു പുസ്തകം ഇപ്പം എഴുതുന്നുണ്ട്. ആ പുസ്തകം ഈ മാസം തന്നെ അത് പൂർത്തിയാകും. അടുത്ത മാസം അത് പുറത്തിറക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഈ 25-ാം തീയതി ഞാൻ വീണ്ടും ദുബായിലോട്ട് ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പം വന്നിടം തന്നെ പുസ്തകത്തിൻ്റെ പ്രകാശനം കാണും. എല്ലാ ആശംസകളും നേരും. താങ്ക് യു.